പാലാ നഗരസഭ പിടിക്കാൻ പുളിക്കകണ്ടം കുടുംബത്തിന്റെ പിന്തുണ തേടുകയാണ് LDFും UDFും. ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം പുളിക്കകണ്ടം കുടുംബം ഉന്നയിച്ചു. എന്തുപാധിയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് LDF അറിയിക്കുന്നത്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. തീരുമാനം അറിയിക്കേണ്ടത് ആ ഒരു കുടുംബമാണ്. അപ്പോൾ LDFും UDFും പിന്തുണ തേടിയിട്ടുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങളൊക്കെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്? വലിയൊരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. പൂജ, ഈ തെരഞ്ഞെടുപ്പിന്റെ ബലം ആദ്യം വന്ന പ്രതികരണം ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നത് ഞങ്ങൾ ജനങ്ങളുടെ വിധി മാനിച്ചുകൊണ്ട് വരുന്ന 5 വർഷം പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഭരണം പിടിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വഴികളൊക്കെ തന്നെ LDFും ആഞ്ഞു തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലാ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് സംബന്ധിച്ച് അവരുടെ സ്വന്തം തട്ടകമാണ്. അതിനാൽ തന്നെ അവിടെ UDF ഭരിക്കുക, അവർക്ക് തങ്ങൾക്ക് ഭരണം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചൊക്കെ തന്നെ സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനാൽ തന്നെ ഏത് വിധേനയും ബിനു പുളിക്കകണ്ടത്തെയും അതുപോലെ തന്നെ ആ 3 പേരെയും ഒപ്പം കൂട്ടി ഭരണം നിലനിർത്തുക എന്ന് തന്നെയാണ് ശ്രമങ്ങളാണ് ഇപ്പോൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണി ഈ വിഷയത്തിൽ നേരിട്ട് ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിൽ പോലും ജോസ് കെ മാണിയുടെ അടുത്ത വളരെ അനുയായികൾ തന്നെ ബിനു പുളിക്കകണ്ടമായും ബിജു പുളിക്കകണ്ടമായും ഒക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ UDFും സമാനമായിട്ടുള്ള നീക്കുപോക്കും ചർച്ചകളും ഒക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. എന്തായാലും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ തങ്ങൾക്ക് വേണമെന്നാണ് ഈ പുളിക്കകണ്ടം കുടുംബം നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത്. ആ ഉപാധി ആര് അനുസരിക്കുന്നുവോ, ആര് അംഗീകരിക്കുന്നുവോ അവർക്കൊപ്പം തങ്ങൾ നിൽക്കുമെന്ന് കൂടി ബിനുവും ബിജുവും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്തായാലും നേരത്തെ, അതായത് കഴിഞ്ഞ 5 വർഷം മുൻപ് ഇത്തരത്തിലൊരു സമാനമായ ഒരവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് ബിനു പുളിക്കകണ്ടത്തെ അന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റിയത് ജോസ് കെ മാണിയാണ്. ഒരുപക്ഷെ ആ തീരുമാനത്തിൽ ജോസ് കെ മാണി ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ടാവും, വേദനിക്കുന്നുണ്ടാവും. എന്തായാലും ആ തരത്തിലുള്ള നീക്കുപോക്ക് LDF സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബിനുവിൻ്റെ പിന്തുണ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർഡ് സഭ, അതായത് ഈ പുളിക്കകണ്ടം കുടുംബം വിജയിച്ച 3 വാർഡുകളിലെയും ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് എന്താണ് ഈ വിഷയത്തിലെ അഭിപ്രായം എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. വൈകിട്ടോട് കൂടി, അതായത് ഞായറാഴ്ച വൈകിട്ടോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ശരി, ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പാലയിലെ രാഷ്ട്രീയ കാറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇനി നഗരസഭ മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പുളിക്കകണ്ടം ഫാമിലിയും തന്നെയായിരിക്കും. മുന്നോട്ട് വെച്ചിരിക്കുന്നത് ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങളൊക്കെയാണ്. ആ ആവശ്യം അത് എന്ത് ഉപാധിയും അംഗീകരിക്കാനാണ് എന്ന് പറയുന്നത് LDF ആണ്. മുന്നണികളൊക്കെ പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. വലിയൊരു സസ്പെൻസ് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നത്.